ഹലോ, ഇന്ന് നമ്മൾ ചെയ്യുന്നത് നൈൽ കോണിൻ്റെ ഷീറ്റ് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത്. ഇത് ഫോർസൺ സെല്ലോഫൻ ഷീറ്റാണ്. ഇത് കട്ട് ചെയ്യാൻ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, രണ്ടായിട്ട് മടക്കുക. ഇത് രണ്ടായിട്ട് മടക്കുക. നല്ല കറക്റ്റിൽ ഇത് കട്ട് ചെയ്യണം. ഈ കട്ടർ ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് മടക്കാൻ പോകുന്നത്, മുറിക്കാൻ പോകുന്നത്. ഇനി നല്ലോണം ടൈറ്റ് ചെയ്ത് പിടിച്ച്, ഒരു കൈ കൊണ്ട് ടൈറ്റ് ചെയ്ത് പിടിച്ച് കട്ട് ചെയ്യുക. ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ കട്ട് ചെയ്യുക. ഈ പേപ്പർ നല്ലോണം പ്രസ് ചെയ്ത് പിടിക്കണം, അല്ലെങ്കിൽ ഈ കട്ട് ചെയ്യുമ്പോൾ അത് തെറ്റിപ്പോവാൻ ചാൻസ് ഉണ്ട്. പിന്നെയും നമ്മൾ എന്താക്കുക, അത് ഒന്നും കൂടെ മടക്കുക. ഇതുപോലെ തന്നെ ഒന്നും കൂടെ അത് മടക്കുക. മടക്കിയിട്ട് ഈ കട്ടർ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഇത് ചെയ്യേണ്ടത്. മുറിക്കുക. ഇത് ഞാൻ മുറിക്കുന്നുണ്ട്. ഇങ്ങനെ നല്ല കറക്റ്റായിട്ട് മുറിക്കുക. കറക്റ്റായി മുറിക്കുക. ഈ സെല്ലോഫൻ ഷീറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ സെയിൽ ചെയ്യുന്നുണ്ട്, വേണമെങ്കിൽ ഓർഡർ ചെയ്തോളി. എൻ്റെ ഇതിൽ കമൻ്റ് ഇട്ടാൽ മതി, അല്ല ഞാൻ എൻ്റെ നമ്പറിൽ കൊടുത്തിട്ടുണ്ട്, അതിൽ മെസ്സേജ് അയച്ചാലും മതി. ഇനി ഇത് മൂന്നാമത് മൂന്നായിട്ട് മടക്കുക. അതായത് ഒരു പീസ്, 2 പീസ്, 3 പീസ് ആയിട്ട്. ആദ്യത്തെ ഒരു പീസാണ് നമ്മളിത് മുറിക്കുന്നത്. അത് മുറിച്ച് കഴിഞ്ഞു. ഇനി അടുത്തത് അത് പിന്നെ രണ്ടായിട്ട് മടക്കിയിട്ട് അതും നേരത്തെ കട്ട് ചെയ്തതുപോലെ തന്നെ കട്ട് ചെയ്യാം. ഒന്ന് നല്ല ടൈറ്റായി പിടിക്കാം, കാരണം ഞാനിത് മുറിച്ചപ്പോൾ നല്ല ടൈറ്റായി പിടിക്കുന്നത്. ഞാൻ നേരത്തെ മുറിച്ചപ്പോൾ ഇതൊന്ന് ഇതായിപ്പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഒരു ഷീറ്റ് കട്ട് ചെയ്തു. ഒരു ഷീറ്റ് കട്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. അങ്ങനെ ഒരു ഷീറ്റ് വെച്ചാൽ 12 എണ്ണം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും കൂടി ചെയ്യുക.